നമുക്കിന്നൊരു ഉലുവാക്കഞ്ഞി തയ്യാറാക്കി നോക്കാം. ഈ കർക്കിടക മാസമൊക്കെ വരുവാണ്. ഉലുവാക്കഞ്ഞി ഒക്കെ ശരീരം നന്നാവാൻ വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നാണ്. ശരീരം നന്നാവുന്നതിന് വേണ്ടി ബോഡി പെയിനൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു മരുന്നാണ്. ഇപ്പോൾ നമുക്ക് ഒരു 100 ഗ്രാം ഉലുവ ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് ഇട്ടിരുന്നതാണ്. ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതിന് 1 കപ്പ് അരിയും എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമാണ് ഇത്. ഉലുവയും അരിയും 100 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്. റോ റൈസ്, ബ്രൗൺ റൈസിൻ്റെ റോ റൈസാണിത്. അപ്പോൾ ഇത് ഞാനിത് അരമണിക്കൂർ നേരം കുതിർത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കരിപ്പെട്ടിയാണ് എടുക്കുന്നത്, പാം ജാഗരി. ഇത് കയ്യിലില്ലാത്തവർക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്ക് എൻ്റെ കയ്യിൽ നേരത്തെ ഇവിടെ ഇരുന്നതാണ്, ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. അപ്പോൾ 266 ഗ്രാമാണ് നമുക്കുള്ളത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇത്രയും ആവശ്യമില്ല, 150 ഗ്രാം വരെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഉലുവയും അരിയും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഇത് കരിപ്പെട്ടിയും ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കരിപ്പെട്ടിയും ഉരുകി കിട്ടും. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് ഉരുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കുക്കറിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അതെല്ലാം ആവിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നമുക്കതിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റാണ്. കൂടുതൽ വെള്ളമൊന്നും എക്സ്ട്രാ ആയിട്ട് ഇതിലില്ല. 4 വിസിൽ വന്നപ്പോൾ തന്നെ അത് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന കരിപ്പെട്ടിയുടെ ലിക്വിഡ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ വേണം ഇത് അരിച്ച് ഒഴിച്ചു കൊടുക്കാൻ. ഇതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടായിരിക്കും, അതങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൊടിയൊക്കെ ഉണ്ട്, നമ്മൾ അരിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കരിപ്പെട്ടി എപ്പോഴും അരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കുക്കറിൽ ഇളക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് വേണ്ടത്. കോക്കനട്ട്, ഫ്രഷ് കോക്കനട്ട് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ച് ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ അരച്ചിട്ട് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് അങ്ങ് തിളച്ച് പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുക്കെല്ലാം ആ ഉലുവക്കഞ്ഞിയിലൊക്കെ നന്നായിട്ടൊന്ന് വരത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉലുവ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. ഇത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ ഡയബറ്റീസൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വളരെ നല്ലതാണ്. ഈ കരിപ്പെട്ടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അയൺ കണ്ടൻറ്റ് ധാരാളമുള്ളതാണ് കരിപ്പെട്ടിയിൽ. ഇപ്പോൾ നമ്മുടെ ശരീരം നന്നാവാനായിട്ട് മരുന്നൊക്കെ കഴിക്കേണ്ടത് ഈ മഴക്കാലത്ത് തണുപ്പൊക്കെ ഉള്ള സമയത്താണ്. അപ്പോഴാണ് ഇത് ശരീരത്ത് പിടിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളി, സൗത്ത് ഇന്ത്യൻ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആ ഉള്ളി മൂത്ത് വരുന്നതിൻ്റെ മണവും ആ ഉലുവക്കഞ്ഞിയുടെയൊക്കെ മണവും നല്ലൊരു മണമാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കും. കുട്ടികൾ വീണ്ടും ചോദിച്ച് കഴിക്കും. മധുരം ആവശ്യമില്ലാത്തവർക്ക് ഈ കരിപ്പെട്ടിയോ ശർക്കരയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇനി കർക്കിടക മാസത്തിൽ മാത്രമല്ല,
ഏത് സമയത്ത് വേണമെങ്കിലും ഉലുവക്കഞ്ഞി കുടിക്കാൻ തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കുടിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി നോക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കൂ. എപ്പോഴും ഇതേ രീതിയിൽ കുടിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.